നിങ്ങൾ ഡിഗ്രി പാസ്സായവരാണോ? അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായിട്ട് ഒരുപാട് നാളായി ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു സുവർണ അവസരം, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ BEd. ഈ ഒരു സുവർണ അവസരം നിങ്ങൾക്ക് വേണ്ടി സ്മാർട്ട് അക്കാദമിയിലൂടെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. ഡിഗ്രി എന്നുള്ളതൊരു സ്വപ്നമായിട്ട് കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേവലം ഒരു ഡിഗ്രി കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവാം എന്ന് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡിഗ്രിയോട് കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതും വളരെ സംതൃപ്തിയോടുകൂടിയും വളരെ സമാധാനത്തോടു കൂടിയും വളരെ താല്പര്യത്തോടു കൂടിയും ചെയ്യാൻ പറ്റാവുന്ന, എക്സ്പെഷ്യലി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ജോലി ചെയ്ത് നമ്മുടെ ജീവിതത്തെ പച്ച പിടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ BEd കോഴ്സിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ടീച്ചർ, TEACHER, നമുക്ക് കേൾക്കുമ്പോൾ അത് കേവലം കുറച്ച് സ്പെല്ലിംഗ് മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ ആ ടീച്ചർ എന്ന് പറയുന്ന സ്പെല്ലിംഗിന്റെ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ വളരെ വിശാലമായ അർത്ഥമാണ് നമുക്ക് മുന്നിൽ ലഭിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ T സ്റ്റാൻഡ്സ് ഫോർ ട്രൂത്ത്ഫുൾനെസ്. ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക സത്യസന്ധതയുള്ളവരായിരിക്കണം എന്നാണ്. ആരോടൊക്കെ സത്യസന്ധതയാണ് ഒരു അധ്യാപിക പുലർത്തേണ്ടത്? ആദ്യം അധ്യാപിക തന്നോട് തന്നെയാണ് സത്യസന്ധത പുലർത്തേണ്ടത്. പിന്നീട് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട്, താൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോട്, തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളോട്, സമൂഹത്തിനോട്. ഇത്രയും വിശാലമായ രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക. നെക്സ്റ്റ് ലെറ്റർ E സ്റ്റാൻഡ്സ് ഫോർ എന്തൂസിയാസ്റ്റിക്. നമ്മുടെ മുന്നിൽ വരുന്ന അധ്യാപിക വളരെയധികം ഉത്സാഹഭരിതരായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കും ആ ഉത്സാഹത്തിന്റെ കണികകൾ അവരിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല. നെക്സ്റ്റ് ലെറ്റർ A സ്റ്റാൻഡ്സ് ഫോർ എബിലിറ്റി ഓർ ഏബിൾ. അധ്യാപിക കഴിവുള്ളവരായിരിക്കണം. അധ്യാപനം എന്ന് പറയുന്നത് തീർത്തും പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം പഠിപ്പിച്ച് തീർക്കേണ്ട സിലബസ് അത് പൂർത്തീകരിക്കുക എന്നുള്ളതല്ല ടീച്ചിങ്ങിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആക്ച്വലി ടീച്ചർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയർ ആണ്. നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതോടൊപ്പം തന്നെ ആ ഒരു സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഒരു അധ്യാപിക ചെയ്യുന്നത്. ദെൻ ടീച്ചർ എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് എ ടീച്ചർ ഈസ് എ ഡോക്ടർ. ഒരു നല്ല അധ്യാപിക ഒരു ഡോക്ടർക്ക് തുല്യമാണ്. സമൂഹത്തിനെ വാർത്തെടുക്കുന്നവളാണ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ. തീർത്തും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ സുഖപ്പെടുത്തുന്നത് ഡോക്ടറാണ്. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ, ഒഴിവാക്കേണ്ട ഭാഗങ്ങളെ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്തിനെ സുഖപ്പെടുത്തുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു അധ്യാപികയും ചെയ്യുന്നത്. മനസ്സിലുള്ള ദുശ്ചിന്തകളെ അല്ലെങ്കിൽ ചീത്ത വികാരങ്ങളെയൊക്കെ പറിച്ചെറിഞ്ഞ് നമ്മുടെ പുതുതലമുറയെ നേർവഴിക്ക് നടത്തുക എന്നത് അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപികന്റെ ഒരു കർമ്മമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർത്തും അധ്യാപനം എന്ന് പറയുന്നത് ഒരു ആതുര ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഇനി ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികള്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ആരോ ആയിക്കൊള്ളട്ടെ, കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും അനുഭവം ടീച്ചർ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീച്ചിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അർത്ഥ തലത്തിലേക്ക് മാറിപ്പോവുകയാണ്. ടീച്ചർ കൺസിഡർ ആസ് എ മദർ ഓർ ടീച്ചർ ജസ്റ്റ് ലൈക്ക് എ മദർ. ഒരു അമ്മയുടെ വാത്സല്യം കുട്ടികൾക്ക് വേണ്ടുവോളം കൊടുക്കാൻ ഒരു ടീച്ചർക്ക് സാധിക്കും. അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കണികകള്, സ്നേഹത്തിന്റെ വിത്തുകള് അവരുടെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ നല്ലൊരു അധ്യാപികയായി മാറണമെന്നുണ്ടെങ്കിൽ തീർത്തും എന്താണ് ടീച്ചിങ് അല്ലെങ്കിൽ ഈ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ലെറ്റർ C സ്റ്റാൻഡ്സ് ഫോർ ചാമിങ് പേഴ്സണാലിറ്റി. നമ്മളെ മുന്നിൽ വരുന്ന ടീച്ചർ കുട്ടികളെ എപ്പോഴും ആകർഷിക്കുന്നതായിരിക്കണം. സൗന്ദര്യം കൊണ്ടെന്നല്ല പറയുന്നത്, അവരുടെ സംസാര ശേഷി കൊണ്ട്, അവരുടെ ക്യാരക്ടർ കൊണ്ട്, അവരുടെ ബിഹേവിയർ കൊണ്ട്, അവരുടെ ഇടപഴകലുകൾ കൊണ്ടൊക്കെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നവരായിരിക്കണം. Then next letter H
സ്റ്റാൻഡ്സ് ഫോർ ഹോണസ്റ്റി. ഞാൻ നേരത്തെ പറഞ്ഞു സത്യസന്ധതയുള്ളവരായിരിക്കണം. 2 തവണയാണ് സത്യസന്ധത എന്നുള്ളത് ആവർത്തിച്ചേക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീച്ചിങ്ങിൽ വളരെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സത്യസന്ധത. അത് ആരോടൊക്കെയാണെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റിംഗ് ലെറ്റർ ഇ എന്ന് പറയുന്നത് എനർജറ്റിക്. അധ്യാപിക വളരെയധികം എനർജറ്റിക് ആയിരിക്കണം. ഒരിക്കലും ഗ്ലൂമി ആയിട്ടോ ഡള്ളായിട്ടോ കുട്ടികളുടെ മുന്നിൽ ഒരു അധ്യാപിക വരാൻ പാടില്ല. അത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കും. The last letter R stands for reasoning capacity or reasoning power. വ്യവച്ഛേദന ശേഷി. നമ്മുടെ സമൂഹത്തിനെ നേർവഴിക്ക് നടത്തുന്നവരാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ what is right or what is wrong, what is good or what is bad, എന്താണ് ശരി എന്നുള്ളത് അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് തികച്ചും ബോധ്യമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല വഴി തുറന്നു കൊടുക്കാൻ, കുട്ടികൾക്ക് മുന്നിൽ നല്ലൊരു വഴി തുറന്നു കൊടുക്കാൻ ആ അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയുടെ വിജയത്തിന് പിറകിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് നമുക്ക് അധ്യാപനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ അധ്യാപനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, നമ്മൾ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് വേർപെട്ടു പോയാലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും വിരമിച്ചാലും സമൂഹം ഒന്നടങ്കം നമ്മളെ വിളിക്കുന്നത് ടീച്ചർ എന്നാണ്, അധ്യാപകൻ എന്ന് തന്നെയാണ്. അത് ആജീവനാന്തം നമ്മളുടെ നെറുകയിൽ ചാർത്തിത്തരുന്ന ഒരു മയിൽപീലി തന്നെയാണ്. തീർത്തും ഇത്തരത്തിലുള്ള ഇത്രയും വിശാലമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ടീച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായി ഒരുപാട് നാളായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് താങ്ങായിട്ട് സ്മാർട്ട് അക്കാദമി വരുന്നത്. ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ധാരാളം ജോലി സാധ്യതകൾ. ഒരിക്കലും ടീച്ചിങ് അവസാനിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സപ്പോർട്ടാണ്. അത് ഒരു ടീച്ചറിൽ നിന്നാണെങ്കിൽ അതിന്റെ മാറ്റ് കൂടുക തന്നെ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ ഇത്രയും വിശാലമായ അർത്ഥതലമുള്ള ഈ ടീച്ചിങ് പ്രൊഫഷനെ ആരെങ്കിലും മാറോട് ചേർക്കാൻ അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർത്തും സ്മാർട്ട് അക്കാദമി ഒരുക്കിയിരിക്കുന്ന ഈ അവസരങ്ങളെ നിങ്ങൾ പാഴാക്കരുത്. ഈ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈവന്നിട്ടുള്ള ഈ അവസരങ്ങളെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സ്മാർട്ട് അക്കാദമിയുടെ കൂടെ സഞ്ചരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ജീവിതം തീർത്തും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1000-ൽ പരം വിദ്യാർത്ഥികളെ ജീവിത വിജയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, സ്മാർട്ട് അക്കാദമിയിലൂടെ മികച്ച അധ്യാപകരായി നല്ല സോഷ്യൽ എഞ്ചിനീയറായി മാറാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു.